ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളുടെ ചാനലിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാനിപ്പോൾ ഈ വൈകിയ വേളയിലും നിങ്ങളുടെ മുന്നിലേക്ക് വരാനുള്ള കാരണം, ഇന്ന് നമ്മുടെ നിലമ്പൂർ ബൈ ഇലക്ഷൻ റിസൾട്ട് വന്നു. അവിടെ UDFന്റെ ആര്യാടൻ ഷൗക്കത്ത് വിജയിച്ചിരിക്കുകയാണ്. നല്ലൊരു വിജയം നേടിയതിന് അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തുന്നതോടുകൂടി എനിക്ക് ഒന്ന് രണ്ട് കാര്യം നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരാനുണ്ട്. ഒന്ന്, നമ്മുടെ LDFന്റെ സ്ഥാനാർത്ഥി M സുരാജ് മികച്ച കാൻഡിഡേറ്റിനെയാണ് LDF ആ മണ്ഡലത്തിൽ നിർത്തിയത്. പക്ഷേ നമ്മൾ വിചാരിച്ച ഒരുപാട് വോട്ടുകൾ ചോർന്നിരിക്കുന്നു. നമ്മൾ പ്രതീക്ഷിച്ച നിഷ്പക്ഷമായ വോട്ടുകൾ നമ്മുടെ ഇതിലേക്ക് വന്നു ചേരുമെന്ന് സ്വരാജ് പക്ഷം വിചാരിച്ചെങ്കിലും അത് വളരെ ദയനീയമായി വെട്ടിപ്പൊട്ടിയപ്പോൾ നമ്മുടെ മുമ്പിൽ കണ്ടില്ല. എന്തെന്നാൽ അനുവർ പിടിച്ച ഓരോ വോട്ടും, അധികം പിടിച്ച ഓരോ വോട്ടും ഇടതുപക്ഷത്തിന്റെ വോട്ടുകളാണ് ചോർന്നിരിക്കുന്നത്. ഇടതുപക്ഷത്തിന് കിട്ടേണ്ട നിഷ്പക്ഷ വോട്ടുകളാണ് അനുവർ പിടിച്ചിരിക്കുന്നത്. അനുവറിന് LDF ഒട്ടും ധ്യാനിച്ചില്ല എന്ന് തന്നെ വേണം ഈ അവസരത്തിൽ നമുക്ക് പറയാനുള്ളത്. നമ്മുടെ സുരാജിന് നഷ്ടപ്പെട്ട പോത്തുകൽ പഞ്ചായത്ത്, അമരമ്പലം പഞ്ചായത്ത്, അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രതീക്ഷ നൽകുന്ന നിലമ്പൂർ നഗരസഭാ മണ്ഡലവും കൈവിട്ടു. നമുക്ക് ആകെ പ്രതീക്ഷിച്ച ഒരു മണ്ഡലം സുരാജിന് അനുകൂലമായി വന്നത് കേവലം 246 വോട്ടുകൾക്കാണ്. കരുളായി പഞ്ചായത്ത് മാത്രമാണ് ഇടതുപക്ഷത്തിന് തുണച്ചിരിക്കുന്നത്. ഇനിയെങ്കിലും എനിക്ക് പറയാനുള്ളത്, ഇതൊരു ഭരണവിരുദ്ധ വികാരമാണോ എന്നൊക്കെ നമ്മുടെ പ്രേക്ഷകർ തീരുമാനിക്കുക. എനിക്ക് തോന്നിയ ഒരു ചെറിയ കാര്യം എന്തെന്നാൽ, ഇനിയും ഇതുമാതിരിയാണ് ഇടതുപക്ഷം മുന്നോട്ട് പോകുന്നതെങ്കിൽ നമ്മുടെ മുമ്പിൽ ഈ നിയമസഭയിലേക്ക് ഇനിയും കേവലം 8-9 മാസമുണ്ട്. നമ്മൾ ഇരുത്തി ചിന്തിച്ച് ജനങ്ങളിലേക്ക് എന്താണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് കറക്റ്റായി ഇടതുപക്ഷം ഇനിയെങ്കിലും ജനങ്ങളെ മുന്നിലേക്ക് എത്തിച്ചിട്ടില്ലെങ്കിൽ ഇതിനേക്കാൾ വലിയ ഒരടിയാവും ഇനി വരുന്ന നിയമസഭാ മണ്ഡലത്തിലുള്ള 140 മണ്ഡലങ്ങളിലേക്കുള്ള പോളിംഗ്. അതിന് ഇനിയും 10 മാസമുണ്ട്. അതിന്റെ മുന്നേ തന്നെ ഒരു 3-4 മാസം കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കിയത് വെച്ചാൽ പഞ്ചായത്ത് ഇലക്ഷൻ വരുന്നുണ്ട്. ആ പഞ്ചായത്ത് ഇലക്ഷനെങ്കിലും ഇനി മുതൽ മികച്ച തീരുമാനങ്ങളും മികച്ച ഒറ്റക്കെട്ടായി നമ്മൾ മുന്നിട്ടിറങ്ങിയാൽ മാത്രമാണ് ഇതിൽ നിന്ന് കരകയറാൻ പറ്റുള്ളൂ. ഇനിയും നമ്മുടെ മുമ്പിൽ നിയമസഭയിലേക്ക് 5-8 മാസമുണ്ട്. അതുമാതിരി തന്നെ പഞ്ചായത്തിലേക്കും. ഇനി ജനങ്ങളെ മുന്നിലേക്ക് പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ ഇതിനേക്കാളും വലിയൊരു പ്രഹാരമാവും ഇനിയും LDFന് കിട്ടുക. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഭരണാധികാരികളോട് ഒന്നേ പറയാനുള്ളൂ, ജനങ്ങളെ പൾസറിഞ്ഞ് ജനങ്ങളെ ഒപ്പം പ്രവർത്തിക്കണമെന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാൻ പറ്റുന്നത്. UDF പറഞ്ഞ ഓരോ മണ്ഡലത്തിലും, നമ്മുടെ മുമ്പിലുള്ള UDF പറഞ്ഞ ഓരോ പഞ്ചായത്തിനും അവർ പറഞ്ഞ പ്രകാരമുള്ള വോട്ടുകൾ അവർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അവരെ വോട്ടുകൾ ചോർന്നിട്ടില്ല. നമ്മളിപ്പോ പറയും എല്ലാ വർഗീയവാദികളെ വോട്ടും UDFന് വന്നു എന്ന്. ഞാൻ ഒരിക്കലും അങ്ങനെ പറയില്ല. കാരണം എന്താ വെച്ചാൽ ജനങ്ങളാണ് ജനവിധി തീരുമാനിക്കാനുള്ളത്. ആ ജനങ്ങൾ എതിരായാൽ അടുത്ത 3-ാം മുഴം എന്ന പിണറായി സർക്കാരിന്റെ ഇത് അവിടെ അഴിഞ്ഞു വീഴും. അതുകൊണ്ട് ചിന്തിച്ച് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചൊല്ലു. എല്ലാ നേതാക്കന്മാരോടാണ്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ന് നമുക്ക് കിട്ടിയ അടി. ഇന്ന് കിട്ടിയ ഏറ്റവും വലിയ കാൻഡിഡേറ്റിനെയാണ് നമ്മൾ പരാജയപ്പെടുത്തിയിരിക്കുന്നത്. സുരാജ് നിർബന്ധമായും നിയമസഭയിലേക്ക് എത്തിപ്പെടേണ്ട ഒരാളാണ്. കാരണം എന്താ വെച്ചാൽ അദ്ദേഹത്തിനുള്ള അറിവ് അത് തന്നെയാണ് നമുക്കിന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇതിനെ ഉത്തരവാദിയാണ്. ഇനിയും നമ്മൾ ചിന്തിച്ച് പ്രവർത്തിച്ച് ജനങ്ങളിലേക്ക് എന്താണോ നമ്മൾ ഉദ്ദേശിച്ചത് അത് ജനങ്ങളിലേക്ക് എത്തിപ്പെടണം. നമ്മുടെ ആഗ്രഹം മാതിരി തുടർ ഭരണം ഉണ്ടാവണം. നമ്പർ 3 ലോഡിങ്ങിലേക്ക് ഇനിയും 8-9 മാസമുണ്ട്. അത് നമുക്ക് എത്തിച്ചേരണം.
അപ്പോൾ വിജയിച്ച സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിന് വീണ്ടും ഭാവങ്ങൾ നേരുന്നു. നന്ദി, നമസ്കാരം.